നിങ്ങളെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണോ? ഞാൻ കുറച്ച് ടിപ്പ് പറഞ്ഞു തരും, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടും. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബോഡി പോസ്ചർ. നമ്മളൊരാളെ കാണുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അവരുടെ ബോഡി പോസ്ചർ ആയിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഒടിഞ്ഞു കുത്തി ഇങ്ങനെ തൂങ്ങി ഇങ്ങനെയൊക്കെ നിൽക്കുവാണെങ്കിൽ ആരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല. മറിച്ച് നമ്മൾ നഞ്ചു വരിച്ച് കൈയൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും തോന്നും അവൻ്റെ അടുത്ത് എന്തോ ഉണ്ട്, അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വരും. അവൻ കോൺഫിഡൻ്റ് ആണ് എന്നൊരു തോന്നൽ വരും. പകുതി മുക്കാൽ സന്ദർഭങ്ങളിലും കോൺഫിഡൻസ് വെച്ചാണ് ഒരാൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത്. അപ്പം അടുത്ത വട്ടം നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ പോകണമെങ്കിൽ ഒടിഞ്ഞു കുത്തി ഇങ്ങനെ കൈ കെട്ടിയിരിക്കാതെ ഓപ്പണായിട്ട് സംസാരിക്കുക. എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾക്കുള്ളതൊക്കെ തന്നെയാണ് അവർക്കും ഉള്ളത്. ഡോണ്ട് ബി സ്കെയർ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബി എ ഗുഡ് ലിസണർ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആൾക്കാർ സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. അവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് അത് മുഴുവൻ നമുക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അവർ പറയാനുള്ളത് മുഴുവൻ കേൾക്കുക, എന്നിട്ട് വേണം നമ്മുടെ അഭിപ്രായം പറയാൻ. ഓക്കെ. അപ്പോൾ നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഹൈഡ് യുവർ ഫ്ലോസ്. നമ്മളെപ്പോഴും നമ്മുടെ കുറവുകൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. നമുക്ക് ഇത്രയോ കുറവുണ്ട്, നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് അവർ പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ തിരുത്തിക്കോളാം എന്ന് അവരോട് പറയുക. അല്ലാതെ നമ്മൾ അവരോട് തിരുത്താതെ ഞാൻ വലിയ മറ്റവനാണെന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആളുകൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യത്തില്ല. നമ്മൾ നമ്മുടെ കുറവുകൾ തിരുത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലൈഫിലും അതാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ കുറവുകൾ തിരുത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുറവുകൾ തിരുത്തുക. നമ്മളങ്ങനെ തിരുത്തില്ലാണ് പ്രശ്നം എന്താ അറിയോ? ഇവർ നമ്മളെ റെസ്പെക്റ്റും ചെയ്യത്തില്ല. നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് ചെയ്ത് നമ്മളെ പുച്ഛിക്കുകയും ചെയ്യും. സോ നമ്മൾ നമ്മുടെ ഫ്ലോസ് ഹൈഡ് ചെയ്യാതെ എനിക്കിതൊക്കെ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക, അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. ഇത് സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. ഒന്ന് ട്രൈ ചെയ്യൂ. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് ഷേക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ ഹലോ എന്ന് പറഞ്ഞ് നമ്മൾ ഹാൻഡ് ഷേക്കാണ് ആദ്യം കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ തുമ്പത്ത് പിടിച്ചു കൊടുക്കുക, പകുതിക്ക് പിടിച്ചു കൊടുക്കുക, ഒരുപാട് ബലം പിടിച്ചു കൊടുക്കുക. ഇങ്ങനെയൊന്നും കൊടുക്കരുത്. പ്രോപ്പർ കോൺഫിഡൻറ്റിൽ നല്ലൊരു ഗ്രിപ്പിലൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക. പ്രോപ്പർ ഗ്രിപ്പിൽ നല്ലൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ സൈക്കോളജിക്കലി അവർക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നും. അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് കോംപ്ലിമെൻറ്റ്. നമ്മളിപ്പോൾ ഒരാളെ കാണുവാണ്, അവരോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുവാണ്, നമുക്ക് അവരോട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, അത് അവരോട് അങ്ങ് തുറന്ന് പറയുക. ചിലപ്പോൾ അവരുടെ ഹെയർ സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കമ്മലായിരിക്കും, എന്തെങ്കിലും കുഞ്ഞു കാര്യമായിരിക്കും. നമ്മൾ അവരോട് തുറന്ന് പറയുക. ഇനിയിപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ സൈക്കോളജിക്കലി അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. ആ ഇഷ്ടമാണ് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണം നമ്മൾ സെൽഫിഷ് അല്ലാതെ നമ്മൾ അവരെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അവരെ അംഗീകരിച്ചില്ലേ, അത് അവർക്ക് ഇഷ്ടപ്പെടും. അത് അവരറിയാതെ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അടുത്തവട്ടം ഒരാളെ കാണുവാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അവരെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ 5 കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായിട്ടും റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങളെ തേടി വരും. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ, വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, നിങ്ങളതൊന്ന് കാണുക, പോയി ചെയ്യുക. തീർച്ചയായിട്ടും റെസ്പെക്റ്റ് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞു ഫാമിലി ജോയിൻ ചെയ്യുക. എന്തിനാണെന്ന് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അഡിയോസ്.